ബഹുമാന്യരെ, യുവ സുഹൃത്തുക്കളെ, പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ മാറ്റി തീർക്കുന്നതിനുള്ള സുപ്രധാനമായ ചുവടുവെപ്പാണ് സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റ്. അതിന് ഇവിടെ സമാപനം കുറിക്കുകയാണ്. പുരോഗതിയുടെ പുത്തൻ തലങ്ങളിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കാനുള്ള വഴികളിൽ ഒന്നാണ് ഈ സമ്മിറ്റ്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾക്കും സേവനങ്ങൾക്കും വലിയ പ്രാധാന്യമാണുള്ളത്. ഈ പശ്ചാത്തലത്തിൽ നൈപുണ്യ വികസനത്തിലെ നൂതനമായ രീതികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടാണ് ഈ സമ്മിറ്റ് സംഘടിപ്പിച്ചത്. അത് നല്ല രീതിയിൽ ഫലം കണ്ടു എന്നതാണ് ഡോക്ടർ ഐസക്കിൻ്റെ വിലയിരുത്തലിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ തൊഴിൽ മേഖലയിലെ പുതിയ അവസരങ്ങൾ, അതോടൊപ്പം കേരളത്തിൻ്റെ സാധ്യതകൾ, ഈ രംഗത്തുള്ള മികച്ച മാതൃകകൾ, നൈപുണ്യവും വിദ്യാഭ്യാസവും, ഇന്നവേഷൻ ഇക്കോസിസ്റ്റത്തിൻ്റെ നിർമ്മിതി, വർക്ക് ഫ്രം കേരള, വർക്ക് ഫോർ വേൾഡ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട ചർച്ചകളാണ് ഇവിടെ നടന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ, ഓസ്ട്രേലിയ, കൊറിയ, സിംഗപ്പൂർ, ജർമ്മനി, ബ്രിട്ടൻ, അങ്ങനെ ഒട്ടേറെ രാജ്യങ്ങളിലുള്ള വിദഗ്ധരും നിക്ഷേപകരും ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാമുള്ള മികച്ച നൈപുണ്യ മാതൃകകൾ, അനുഭവങ്ങൾ പങ്കുവെക്കാനായി, അതോടൊപ്പം ശ്രദ്ധേയമായ നൈപുണ്യ പരിശീലന പരിപാടികളുടെ പരിചയപ്പെടുത്തലുകളും ഈ സംഗമത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. കേരളം ഈ രംഗത്ത് നടത്താൻ ഉദ്ദേശിക്കുന്ന നൂതനമായ ഇടപെടലുകളെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ഈ ഉച്ചകോടി ഉപകരിച്ചിട്ടുണ്ടാവും. അന്താരാഷ്ട്ര ഏജൻസികളായ ILO, വേൾഡ് ബാങ്ക്, ADB, UNDP തുടങ്ങിയ ഏജൻസികളിൽ നിന്നുള്ള വിദഗ്ധരുടെ വിവിധ സെഷനുകളിലെ പങ്കാളിത്തം ഏറെ പ്രയോജനപ്പെട്ടിരിക്കും എന്നും കരുതുകയാണ്. ഇവിടെ പറയുകയുണ്ടായി, ഈ അക്കാദമിക് വർഷാവസാനത്തോടെ 2 ലക്ഷം അവസാന വർഷ വിദ്യാർത്ഥികൾക്ക്
നൈപുണ്യ പരിശീലനം നൽകുക. 1,00,000 പേർക്കെങ്കിലും തൊഴിൽ നൽകുന്നതിനുള്ള ബൃഹത് പരിപാടി, അതാണ് വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് കേരളത്തിൽ തന്നെ തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം വൻതോതിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നു എന്നതാണ്. ഇത്തരത്തിൽ തൊഴിൽ സൃഷ്ടിക്കുന്നതിന് സംരംഭകർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിലെ മികച്ച സംരംഭകരെ പരിചയപ്പെടുത്തുന്നതും അവരുടെ വളർച്ചയുടെ വഴികൾ അവതരിപ്പിക്കുന്നതും സ്കിൽ കേരള ആഗോള സംഗമത്തിലെ സവിശേഷതയാണ്. കേരളത്തിൽ നിന്നാണ് തുടങ്ങിയതെങ്കിലും ലോകശ്രദ്ധ നേടിയ നിരവധി സംരംഭകരുണ്ട്. അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ ഊന്നിയുള്ള പുത്തൻ സംരംഭങ്ങൾ ആരംഭിക്കാനുമുള്ള കേരളത്തിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാട്ടുന്ന പ്രത്യേക സെഷനുകൾ ഉച്ചകോടിയുടെ ഭാഗമായി നടന്നിട്ടുണ്ടാവും. ഇതെല്ലാം ഇതോടെ അവസാനിക്കുകയല്ല, ഒരു തുടർച്ചയായി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനാവണം. ഇവിടെ പ്രസ്താവിച്ചതുപോലെ സ്ത്രീകൾ വലിയ രീതിയിൽ തൊഴിൽ മേഖലയിലേക്ക് വരുന്ന സാഹചര്യമാണ് ലോകത്തിന്ന് നിലനിൽക്കുന്നത്. സംസ്ഥാനത്ത് തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രത്യേക ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ടാകും. KDISC, കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ, സംസ്ഥാനത്ത് ഇന്നോവേഷൻ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. യുവജനങ്ങൾക്കിടയിൽ ഇന്നോവേഷൻ പ്രോത്സാഹിപ്പിക്കുക, തൊഴിലന്വേഷകർക്ക് വിജ്ഞാനാധിഷ്ഠിത തൊഴിലുകൾ അവതരിപ്പിക്കുക, അത്തരം തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകി അവരെ തൊഴിൽ സജ്ജരാക്കുക, വിജ്ഞാന സമ്പദ്ഘടനയെ ശക്തിപ്പെടുന്ന തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കരണങ്ങൾ നടത്തുക. ഇങ്ങനെ നവകേരളത്തിനനുസൃതമായ പരിപാടികളും പ്രവർത്തനങ്ങളുമാണ് KDISC ഏറ്റെടുക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാസമ്പന്നരായ തൊഴിൽ രഹിതർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആവിഷ്കരിച്ച കേരള നോളജ് ഇക്കോണമി മിഷൻ പ്രവർത്തനങ്ങൾ പുനരാവിഷ്കരിച്ച് ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പരിപാടിയാണ് വിജ്ഞാന കേരളം. വിജ്ഞാന സമൂഹത്തിലേക്കുള്ള കേരളത്തിൻ്റെ പരിവർത്തനത്തിൽ
ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന സമൂലമായ മാറ്റങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നാളിതുവരെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉൾച്ചേർക്കൽ, തുല്യനീതി, ഈ മൂല്യങ്ങളും അക്കാദമിക് സ്വാതന്ത്ര്യവും പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന് നാം നൽകുന്ന പ്രാധാന്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തെ എങ്ങനെ നവീകരിക്കാം, ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഊന്നൽ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകുന്നു. അവരുടെ തൊഴിൽ സാധ്യതകൾ ഇതിലൂടെ മെച്ചപ്പെടുത്താനാകും. വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ ഇതാണ് ലക്ഷ്യമിടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകുന്നതിനുള്ള ബൃഹത് പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തൊഴിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം വീട്ടമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കും ചെയ്യാവുന്ന തൊഴിൽ കണ്ടെത്തുകയും ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകുന്നതിനുമുള്ള നടപടികളാണ് ഒരുക്കുന്നത്. തൊഴിലന്വേഷകരായ നമ്മുടെ സമൂഹത്തിലെ തൊഴിലന്വേഷകർ, അവരെയും ഈ പദ്ധതിയുടെ ഭാഗമാക്കുകയാണ്. ഈ ഒരു സമ്മിറ്റിൽ തന്നെ 50,000 ലക്ഷ്യമിട്ട് 1,28,000-ത്തിലധികം തൊഴിൽ സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ എത്ര കണ്ടാണ് ഇതിന് സ്വീകാര്യത വന്നിട്ടുള്ളത് എന്താണ് തെളിയിക്കുന്നത്. നാം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തെ വലിയ തോതിൽ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. തൊഴിലിൻ്റെ കാര്യത്തിൽ, തൊഴിലന്വേഷകരെ സഹായിക്കുന്ന കാര്യത്തിൽ, നിശ്ചിത തൊഴിലിന് ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകുന്ന കാര്യത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാകാൻ പോവുകയാണ്. തൊഴിലന്വേഷകരെ കണ്ടെത്തി തൊഴിൽ മേളകൾ നടത്തി അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ ലഭ്യമാക്കുക, തൊഴിൽ ലഭ്യമാകാൻ ഉതകുന്ന നൈപുണ്യ വികസനം നൽകുക, ഇതാണ് പ്രധാനമായി നടത്തുന്ന ഇടപെടലുകൾ. എല്ലാ ശനിയാഴ്ചകളിലും വിവിധ മേഖലകളിലേക്കായുള്ള വെർച്വൽ ജോബ് ഫെയർ നടത്തി വരുന്നുണ്ട്. കൂടാതെ ക്യാമ്പസുകളിലും തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഇടപെടലുകൾ വഴി തൊഴിൽ ലഭിക്കാൻ ആവശ്യമായ നൈപുണ്യം വികസിപ്പിക്കുന്നതിനാണ് ഊന്നൽ നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്റർവ്യൂകളെ അഭിമുഖീകരിക്കാൻ ആത്മവിശ്വാസം ഉണ്ടാവുക എന്നതാണ്. അതിനാവശ്യമായ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സുകൾ, സോഫ്റ്റ് സ്കിൽ പരിശീലനങ്ങൾ, ഇംഗ്ലീഷ് ഭാഷാ പരിശീലനം, ഡൊമൈൻ പഠനത്തിനായി ലിങ്ക്ഡ്ഇൻ ലേണിംഗ്, കോഴ്സറ തുടങ്ങിയ ഏജൻസികളുമായി ചേർന്നുള്ള ഓൺലൈൻ കോഴ്സുകൾ, ഫൗണ്ടേഷൻ മൊഡ്യൂൾ പരിശീലനങ്ങൾ, ഇവയെല്ലാം
വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി നടത്തി വരികയാണ്. ഇതിനായി കേരളത്തിലെ വിവിധ സ്കില്ലിംഗ് ഏജൻസികളെയും സന്നദ്ധ പ്രവർത്തന തൽപരരായ മെന്റർമാരെയും ഏകോപിപ്പിക്കുന്നുണ്ട്. മെന്റർമാരെ കുറിച്ച് നേരത്തെ ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കുകയുണ്ടായി. വലിയ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചെയ്യാവുന്നൊരു കാര്യമാണത്. ആ കാര്യത്തിൽ പ്രൊഫഷണലുകളായ വൈദഗ്ധ്യമുള്ള എല്ലാവരും തങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിനായി മുന്നിട്ടിറങ്ങണം എന്നുകൂടി അഭ്യർത്ഥിക്കട്ടെ. ഇതുകൂടാതെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന, വീട്ടിൽ നിന്ന് വളരെ അകലെ പോകാൻ കഴിയില്ല, ദൂരേക്ക് പോയി ജോലി ചെയ്യാൻ പ്രയാസമുണ്ട്, അങ്ങനെയുള്ള വനിതകൾക്ക് തങ്ങളുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ലഭ്യമായ ഹൈപ്പർ ലോക്കൽ തൊഴിലുകൾ കണ്ടെത്തും. അതിലേക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകും. അങ്ങനെ ആ തൊഴിലിന് അവരെ പ്രാപ്തരാക്കും. അതോടൊപ്പം തന്നെ വിദേശത്ത് പോയി തൊഴിലെടുക്കാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക് അതിനുള്ള സാധ്യതകളും ആവശ്യമായ നൈപുണ്യ പരിശീലനവും ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾ വിജ്ഞാന കേരളത്തിലൂടെ നടക്കുകയാണ്. വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന സമഗ്ര ഇടപെടലുകൾക്ക് മാർഗനിർദ്ദേശം നൽകാനും ഈ രംഗത്തെ ലോകമാതൃകകളിൽ നിന്ന് അനുയോജ്യമായവ ഉൾക്കൊള്ളാനും കേരളത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന നൂതന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനുമുള്ള വേദിയായി ഇവിടെ സമാപിക്കുന്ന കേരള ഗ്ലോബൽ സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റ് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാട് കൈവരിച്ച അഭൂതപൂർവമായ സാമൂഹ്യ പുരോഗതിയുണ്ട്. അതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ സവിശേഷതകൾക്കനുസൃതമായ ഭാവി വികസനത്തിനായുള്ള രൂപരേഖയും ഈ സമ്മിറ്റിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യ വൻ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന കാലമാണിത്. അറിവും നൈപുണ്യവും കൈമുതലായ നമ്മുടെ തൊഴിൽ സേനയ്ക്ക് മാറിയ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസൃതമായ ഒരു തൊഴിൽ അന്തരീക്ഷം കേരളത്തിൽ തന്നെ ഒരുക്കാൻ സാധിക്കണം. വിജ്ഞാനാധിഷ്ഠിതമായ വ്യവസായങ്ങളുടെ ഹബ്ബായി കേരളം മാറേണ്ടതുണ്ട്. ഇതിനാവശ്യമായ വികസന കുതിപ്പാണ് നമ്മുടെ സംസ്ഥാനം ലക്ഷ്യമിടുന്നത്. പശ്ചാത്തല വികസന രംഗത്ത്, ഗതാഗത രംഗത്ത്, വ്യവസായ സേവന രംഗങ്ങളിൽ എല്ലാം വലിയ മുന്നേറ്റങ്ങൾ സാധ്യമാവുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 9 വർഷങ്ങൾക്കുള്ളിൽ നാം കൈവരിച്ച പല നേട്ടങ്ങളും ലോകശ്രദ്ധ നേടിയതാണ്. നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും സാമൂഹ്യ നീതിയും തുല്യതയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്
നടന്നു വരുന്നത്. ക്ഷേമപരിപാടികളിൽ സർക്കാർ കാണിക്കുന്ന കരുതൽ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ഈ ഇടപെടലുകൾ ഒരുക്കിയ അടിത്തറയിൽ നിന്നുകൊണ്ട് കൂടുതൽ വികസിതമായ ഒരു നവകേരളം നമുക്ക് കെട്ടിപ്പടുക്കാനാവണം. നവകേരള നിർമ്മിതിക്കായുള്ള ഈ കുതിപ്പിന് കൂടുതൽ വേഗം പകരുന്ന ചുവടുവെപ്പായ സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റിൻ്റെ സമാപന സമ്മേളനം സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. നന്ദി സർ. I invite Shri K.N. Balagopal